നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അശുദ്ധിയോട് പോരാടി ജീവിതം മടുത്തിരിക്കുന്നവരാണോ? അതായത് സോഷ്യൽ മീഡിയ വഴി വരുന്ന ചില അശുദ്ധ പ്രവണതകൾ നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ചില തഴക്കദോഷങ്ങൾ, അതിനോട് പോരാടി നിങ്ങൾ മടുത്തിരിക്കുകയാണോ? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അതിന് പറ്റിയ ഒരു വചനം, അതിനെ അതിജീവിക്കാൻ പറ്റിയ ഒരു വചനം നമുക്ക് പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അതുതന്നെയാണ് അതിൻ്റെ ഹെഡിങ്. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ വചനം ആവർത്തിച്ചുരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ അലട്ടുന്ന ആ അശുദ്ധ പ്രലോഭനം യേശു എടുത്തു മാറ്റും, വിട്ടുപൊക്കോളും. വചനം വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എഫെസോസ് 6:17 രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യും. നമ്മളെ അലട്ടുന്ന ഈ തിന്മയ്ക്കെതിരെ പോരാടാൻ ദൈവത്തിൻ്റെ മനോഹരമായ ഒരു വചനമാകുന്ന വാള് പ്രഭാഷകൻ 23:1 മുതൽ. എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അവ നിമിത്തം ഞാൻ വീഴാനിടയാകരുതേ. എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എൻ്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എൻ്റെ പിതാവും ദൈവവുമായ കർത്താവേ, എൻ്റെ ദൃഷ്ടികൾ ഔദിക്യം നിറഞ്ഞതാകരുതേ. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ ഒരു വികാരങ്ങൾക്കും എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു വചനമാണ്. ഈ വചനം ഒന്ന് എടുത്ത് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് നോക്കുക. നിങ്ങളെ അലട്ടുന്ന ഈ ദുഷ്ടപ്രലോഭനം വിട്ടുപോയിരിക്കും. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.